ഹലോ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? വരൂ. കുഞ്ഞിക്കാതറിന്റെ ആരാണെന്ന് പറഞ്ഞേ? വളരെ അടുത്ത സുഹൃത്താ. എന്റെ പേര് വേലായുധൻ കുട്ടി. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ? അയ്യോ, ഒന്നിച്ചെന്നല്ല, ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഒരു ചായക്ക് പറ. അയ്യോ, ചായ ഒന്നും വേണ്ട, നീ പോയിട്ട് വാ. കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ വേണ്ടായിരുന്നു. സാരല്ലേ, ഒരു ചായ അല്ലേ? അതെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. വലിയ ഉപകാരം. പഴനിയില് സ്ഥിരതാമസമാണോ? ഇപ്പോഴല്ല, പക്ഷെ സ്ഥിരാമസാക്കാനാ പരിപാടി. അതാ നല്ലത്. നല്ല ബിസിനസ് അല്ലേ, തഴച്ചു വളരൂ. ഞാൻ வேலாயுதன். நான் தான் இன்ஸ்பெக்டர் அழகப்பன். எனக்கு ஒரே ஒரு வேலாயுதனை மட்டும்தான் தெரியும். சாட்சாத் பழனி ஆண்டவன். அவருக்கு மேல இந்த பழனியில யாரா இன்னொரு வேலாயுதம்? ഒരു പക്ഷേ ഞാനായിരിക്കും സാർ. സാർ സാർ എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ കള്ളല്ല സാർ. ഞാൻ പണി അന്വേഷിച്ചു വന്നത് സാർ. എന്നെ ഒന്നും ചെയ്ത് സാർ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കും. സൂപ്പർവൈസറായ കുഞ്ഞിക്കാരൻ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാതർ അനക്കത്തെ തലക്ക് സുഖല്ലേ? എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കഴിയല്ലോ. ഈ നാട്ടിനെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു കുഞ്ഞിക്കാതർ, നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി ഇവിടെ അല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടാ പായ, എനിക്ക് പോക്കറ്റടി അല്ലേ പണി. അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണെന്നാണല്ലോ. അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ. അത് ഓരോരുത്തരുടെ പോക്കറ്റിൽ കിടക്കും. ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും. നാട്ടിൽ നിന്ന് കുറ്റിയും പൊരിച്ച് പോകുന്നതല്ല എന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പിടിച്ച്. ഏതായാലും തമ്മ കാണാനായല്ലോ. എന്റെ കുഞ്ഞിക്കാതറേ, സാറൊരു വീട് തരുമോ? എനിക്കല്ല, ഇവനക്കാ ചോദിക്കാൻ മടിയായിട്ടാ. അയ്യോ, வாய மூடிட்டு உட்காருங்கடா. ഒക്കെ ഒരു ജാതി അലവലാദികളാ. നീ അത് കാര്യാക്കണ്ട. ഇടിക്കുവോ? ഉറപ്പിച്ചൂടാ, ചെലപ്പടിച്ചൂടാ. ഇല്ല, നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കിടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? வாடா. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ. ഞാനിവിടെ ഉണ്ട്. சீக்கிரம் வாடா அண்ணா. என்னடா இங்க கலாட்டா? அந்த பாவத்தை தொந்தரவு பண்ணாத சார். அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம். ஆமா, போன வாரம் நீ ஏன்டா கமிஷன் கொண்டு வரல? സാർ, ഇപ്പൊ പോക്കറ്റ് അടിച്ചാ കിട്ടുന്നത് എടുക്കാത്ത ലോട്ടറി ടിക്കറ്റാ. ഇതിൽ എന്ത് കമ്മീഷൻ തരാനാ? ഇപ്പൊ എന്നെ വിട്ടിടുങ്കോ. മധുര ടൂറിസ്റ്റ് ബസ് 4 എണ്ണം വരുന്ന ടൈമായി. സാർ എന്നെ വിട്ടാ എനക്കേതാവത് കിടക്കും. എനക്കേതാവത് കിടച്ചാ 50-50. ஒரு குடம் தான் நான் புடியம்மா. നീ ധൈര്യമായിട്ട് പോ.
നിന്നെ വിളിക്കുന്നത് പഴനിയാണ്ടവനാടാ. എന്നെ വിളിച്ച് ഇൻസ്പെക്ടർ അഴകപ്പന അടിക്കാനും ഇടിക്കാനും പിന്നെ പോക്കറ്റ് അടിക്കാരെന്ന് പറയാനും. പോക്കറ്റ് അടിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയം പിന്നെ ആരാ പോക്കറ്റ് അടിച്ചേ? പിന്നെ നീ ഹൃദയം പോക്കറ്റിലിട്ടോണ്ടല്ലേ നടക്കുന്നത്. പോടി. யோ உனக்கு என்ன பைத்தியமா? என் புருஷன் கூட என்ன இப்படி சொன்னதில்ல? ஓடியா வந்துட்டானுங்க சாமி கும்பிட. மூஞ்சிய பாரு. அட வாக்கா நீ. வாடி போலாம். വിശന്നിട്ട് വയ്യല്ലോ ഭവാനി. കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല. ഏതായാലും പോക്കറ്റ് അടിക്കാരെന്നുള്ള പേര് കേട്ടു. എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ? പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ, ആരറിയാനാ? നോട്ടുകെട്ടുകളാന്നാ തോന്നുന്നു. ആ പാവം വല്ല ബാങ്കിലേക്കും പോയിരുന്നിരിക്കും. മുരുക, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ. എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം. சீக்கிரம் முட்டை அடிப்பா. சீக்கிரம். തന്റെ മോനോട് ഒരു കത്തി വാങ്ങിപ്പോയി ചെരക്കാൻ പറ. வெற்றிவேல் முருகனுக்கு, வீரவேல் முருகனுக்கு, சக்திவேல் முருகனுக்கு, முருகா, அவனே, தப்பா தப்பா, தென்பழி ஆண்டவனுக்கு, வெற்றிவேல் முருகனுக்கு, വഴിപാടാ. ஆமா, வீரவேல் முருகனுக்கு. മുരുക, ദാദാ, അവര് ആള് എപ്പടി ഇരുപ്പാര്? அந்த ആള് രൂപം അങ്ങനെ അത്ര പെട്ടെന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നീ വണ്ടി വിട്, ഞാൻ നോക്കിക്കോളാം. பழனியில இந்த முருகன் கண்ணுக்கு தெரியாம எங்கேயும் போயிட முடியாது. தைரியமா இருங்க, கண்டுபிடிச்சிடலாம். അയ്യ മുടിക്കണ്ടാക്ക, ഞാൻ മുടിച്ചോളി. വണ്ടി കിട്ടാൻ മതി. ஹோய், ஹோய். எப்படி உண்டு சார்? ரொம்ப நல்லா இருக்கு. நீங்க தான் சரியான பார்பர். ஹோய், ஹோய். ஓரா, ஓரா. മുരുകാ, വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. ആള് പാത്താച്ചി നിർത്തി.
ഇതെന്താണ്ടത്? പുതിയ അവതാരമാ. വേൽമുരുകൻ വേലായുധൻകുട്ടി. വേലായുധൻകുട്ടിയുടെ ബാർബറ അവതാരം. തരക്കടില്ല, ഏതായാലും കൈത്തൊഴിലായല്ലോ. ஐயோ நீங்க தானா? അതേടാ അതെ. ഈ ദുഷ്ടൻ കാരണം ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. ആ ഇൻസ്പെക്ടറിന്റെ എല്ലാം പിടിച്ചു പറിച്ചു. എന്റെ 5000 രൂപയാണ് കൊണ്ടുപോയി. ഐസി അവരെടുത്തോ? நீங்க கஞ்சி காதரு குஞ்சி காதருன்னு சொன்னா எனக்கு என்ன புரியும்? இவரு வந்து இந்த ஊருக்கு தாதா அப்படின்னு சொன்னா பாருங்களேன், எனக்கு புரியும். വിടു മുരുക, അതെപ്പടി ഇവർക്ക് തെരിയും? നീ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞത്? ദാദ. ഈ പഴനിയിലൊരു ദാദ. അതൊന്നും നീ കാര്യാക്കണ്ട. അല്ല, നീ മുടി വെട്ടിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ? ആദ്യത്തെ 5 തല ശരിക്കും മുറിഞ്ഞു. എന്താ ചോര? എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഇത്തിരി പൗഡർ വാരി പൊത്തി. അല്ല എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക. പെറുക്കട മുരുക. മൈന, ഇത് വേലായുധൻകുട്ടി, എൻ നൻപൻ ഊരിലിരുന്ന് വന്നിരിക്കും. വണക്കം. ഇത് മൈന, എന്റെ ഭാര്യ. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇത് നാട്ടു ചെനുക്കാക്കനോടൊന്നും പറഞ്ഞുവിടണ്ട. ഞാൻ മുമ്പ് താമസിച്ചോടൊന്നും പൊക്കിയതാ. മുടിഞ്ഞ പ്രേമം തന്നെ. എന്താ മൈനെന്ന് പേരിട്ടത്? വേറൊന്നല്ല, ഇവിടെ ഇടയ്ക്കിടക്ക് പറക്കും. ആ മൈന, இந்த ബാഗ് എടുത്തുള്ളതേ. നിക്ക് 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 നിക്ക്. വേലായുധൻകുട്ടി ബാഗ് അകത്ത്, വേലായുധൻകുട്ടി പുറത്ത്. ഇവിടെ ആകെ ഒരൊറ്റ മുറിയേ ഉള്ളൂ. മൈന, അന്ത കട്ടിലെ തൂക്കി വലിയ പോടുമാ. വെളിയിലോ? അതെ. അപ്പൊ മഴ പെയ്താ ഞാൻ എന്ത് ചെയ്യും? കൊള്ളണോ? അയ്യോ സാരല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലൊക്കെ കൂട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിയാണ്. 1.5 ലക്ഷം കൊതുണ്ട് ഇവിടെ. പേടിക്കണ്ട, അന്നെ അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല. അത്ര തന്നെ മൂട്ടിയതിന്റെ അടിയിൽ. പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും. ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ஏற்கனவே வெளியே தாண்டா இருக்கேன், இன்னும் எங்கடா வெளியே கூப்பிடுற? முடியுமா? உன் புருஷனை அடக்கி வை. போன உள்ள. பேசல நீ என்னடா குடிகாரா பண்ணா கத்தியா சொல்ல சொல்ல இனிக்கதடா முருகா, சொல்ல சொல்ல இனிக்கதடா முருகா, உள்ளமெல்லாம் உன் பெயரை இந்தாங்க காப்பி. വേലായുധ, ഞാനൊരു കാര്യം പറയട്ടെ. പടച്ചോൻ വന്ന് കയറാത്ത ഒരൊറ്റ വീടും ഈ ദുനിയാവിലില്ല. അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം. അല്ലാതെ ആളെ മനസ്സിലാതെ പോയി അടുത്ത ശനിയാഴ്ച പോകാന്ന് പറഞ്ഞ് വിട്ടാൽ സംഗതി പോക്കാം. നിന്റെ പടച്ചോനിപ്പം ബാർബറ രൂപത്തിലാണ് വന്നിരിക്കണേ. വിളിച്ചകത്തിരുത്തിക്കോ, വിടണ്ട. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബാർബർ ആയിരുന്നിരിക്കും. കഴിഞ്ഞ ജന്മത്തിലല്ല ഇഷ്ടാ, ഇപ്പൊ തന്നെ നീ ഒരു ബാർബറാണ്. അതിനെന്താ സംശയം? എടോ, താടിയായിട്ടോ മീശായിട്ടോ തലമുടിയായിട്ടോ സ്വന്തം മുടി വരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ്, അല്ലേ? എന്റെ അമ്മ അഴകപ്പൻ. സാർ, ഒരു പണി നടന്നില്ല. ഞാൻ ബസ് സ്റ്റാൻഡിക്ക് പോകലേ. போகலையா? ஏன்டா போகல? போக முடியல சார். நாளைக்கு வா. நாளைக்கு நான் வருவேன். இன்னைக்கு நான் போறேன். போவல்ல? ஆமா. ഇത് എന്തിനോ പോലീസ് കള്ളനെ പോക്കറ്റ് അടിക്കാൻ പ്രേരിപ്പിക്കും. ഏറെ പോലീസുകാർ എന്നോട് പറയലുണ്ട്, കുഞ്ഞിക്കാതറെ പോക്കറ്റ് അടിക്കല്ലേ പോക്കറ്റ് അടിക്കല്ലേ പോക്കറ്റ് അടിക്കല്ലേ എന്ന്. ഈ ആളുകൾപ്പം പോക്കറ്റ് അടുപ്പിച്ചേ അടങ്ങൂ. നീങ്ക ബാർബറാ? മുത്തശ്ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അവൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിങ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാണ് കൂട്ടാ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. വായിക്ക് വായിക്ക്. നീ വായിക്കടേ.
ഞാൻ ഇതോടൊപ്പം അമ്മിണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മിണി, എടി അമ്മിണി, അവൾ എവിടെടി? ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ തെണ്ടിയോട് ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടി. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് അച്ഛാ. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. മതി, കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരെണ്ണുള്ളൂ എന്ന് വിചാരിച്ച് കുഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശക്കോട്ടാലേ. വേണ്ട വേണ്ടെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിട്ട് കുറെ കാലമായി. എന്താടി, അച്ഛനൊരു വിലയില്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും. അങ്ങനെ എന്താണോ വണ്ടി റെഡി. എന്താ ഇടിച്ച വണ്ടി റിപ്പയർ കഴിഞ്ഞ് റെഡിയായി. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. നടക്കോ. എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ. കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും. നിന്നെ ഞാൻ അമ്മിണിക്കുട്ടിയെന്നോ ആനക്കുട്ടിയെന്നോ വിളിക്കേണ്ടത്? നിനക്ക് കത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മിണി. എന്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മിണി. എന്റെ ഹൃദയത്തുടിപ്പുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മിണി. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ അമ്മിണി. മുരുകാ ഭവാനെ, ஷேவ் பண்ணுங்க தம்பி. உட்காருங்க. என்ன தம்பி ஷேவ் பண்ண தெரியாதா? അറിയാം. കടവുളെ, ഇത് എന്നോട് കത്തിതാൻ. ആര് പറഞ്ഞു? നിങ്ങൾ ആരാ? എന്നെ ഇതെല്ലാം എല്ലാമേ എൻ തങ്കமான பருகு മുരുക ആണ്ടവനെ എല്ലാമേ നീ എനിക്ക് തിരുപ്പി കൊടുത്തിയേ. എന്നാ സാർ ഇതൊക്കെ? ഷേവ് ചെയ്യാൻ പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. ഉണ്മയെ ചൊല്ല, ഇതെല്ലാം എங்கே ഇരുന്ന് കിടച്ചത്? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എൻ്റെ പേര് വേലായുധൻകുട്ടി. അപ്പ പേര് ധർമ്മലിംഗം. അച്ഛൻ ധർമ്മം കൊടുത്ത് എല്ലാം നശിച്ചു പോച്ച്. അമ്മ ശിവകാമി. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അതിസാരം വന്ന് സെത്ത് പോച്ച്. ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോടുകൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സാധനം മുഴുവൻ വാങ്ങിയത്. ഉന്മതൻ മുരുകനാണ് സത്യം. ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോ വളരെ ഐശ്വര്യമുള്ള ഒരാളുടെ ആണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ഇത് അങ്ങയുടേതാണെങ്കിൽ എടുത്തോളൂ, ഞാൻ വേറെ മേടിച്ചോളാം. തമ്പി, இந்த கத்தி என் கத்தி, இந்த மிஷின் எம் மிஷின். உங்க அப்பா பேர் என்ன சொன்னேன்? ധർമ്മലിംഗം. அம்மா ശിവകാമി. மகனாய் நீ மட்டும்தானா? அப்போ நீ அநாத பையன். ஆமா சார், எனக்கு யாருமே இல்லை.
வேலாயுதா, ஓ நீ எனக்குப்ப மகன். என் சொத்துக்கள் எங்க வந்து சேரணுமோ அங்க வந்து சேர்ந்திருக்கு. இதுதான் என் சொத்துக்கள். ஆமா, நீ இப்ப எங்க தங்கி இருக்கு? நான் இதுக்கு பின்னாடி வாடகை வீட்டுல. சீ, இனி எம் வீடு உம் வீடு. நீ அநாதன் இல்லை, சனாதன். ஐயோ முருகா, என் பேரு காளீஸ்வரன், கவலையில் காளிமுத்து. இந்த முருகன் சாட்சியாக சொல்றேன், இன்று முதல் நீ என் மகன். இது சத்தியம், சத்தியம், சத்தியம். இதுதான் என் வீடு. உள்ளே கிளாஸ் நடந்துட்டு இருக்கு. எனக்கு ஒரே ஒரு மகள் ஆனந்தவன், ஒரே ஒரு பொண்டாட்டி ஐயம். அவங்க என்ன பிரமாதமா டான்ஸ் ஆடும் தெரியுமா? உனக்கு ப்ரெஷர் இருக்கு, சுகர் இருக்கு. நான் எத்தனை வாட்டி சொல்லி இருக்கேன் ஜாஸ்தி டான்ஸ் ஆடக்கூடாதுன்னு. போங்க எல்லாம் போங்க. போயிட்டு நாளைக்கு வாங்க. ம், ம். தம்பி, இது கீழே வை. சொல்லு தம்பி, இது யாரு? மகளாണല്ലേ? நான் இவங்களோட மனைவி. ஆனா ரொம்ப சின்ன வயசு. இல்லம்மா, கொஞ்சம் இப்படி வா. இது யாரு சொல்லு பாப்போம். ഇത് ആനന്ദവല്ലിയല്ലേ? கரெக்ட். ஹாய், என் பேரு சொல்றாருமா. சின்ன பொண்ணுல வெக்கப்படுறா. சேர வேண்டியது எங்கிருந்தாலும் சேர்ந்துதான் ஆகணும். வா, புடி. சாரி. இது என் ரூம். வசதியெல்லாம் கொஞ்சம் கம்மி தான். உங்களுக்காக தான் காலி பண்ணிட்டு இருக்கேன். ஆமா, அப்பா பேரு தர்மலிங்கமா? அம்மா பேரு சிவகாமி தானே? எல்லாமே அப்பா சொல்லி இருக்கிறாரு. நீ சொன்ன மாதிரி வேலாயுதம் இனி நம்ம பையன்தான். அவனுக்கு அப்பாவும் இல்லை, அம்மாவும் இல்லை. வேலையில எவ்வளவு எக்ஸ்பெக்ட் இல்லை. கொஞ்ச காலம் சூப்பர்வைஸ் பண்ண வேண்டியதுதான். அது பார்த்துக்கலாம். பாக்குறதுக்கு என்ன லட்சணமா இருக்கான் பாத்தீங்களா? நம்ம ஆனந்தவல்லிக்கு பொருத்தமான ஜோடி. இதுக்கு தாண்டி டைம் டைம்னு சொல்றது. முருகன் தானே அவனை என்கிட்ட கொண்டு சேர்த்தது. ஆனந்தவல்லி, குழந்தைக்கு குளிக்கிறதுக்கு தண்ணி எடுத்து வை. இப்பதாம்மா சுட வச்சிருக்கேன். അയ്യോ എനിക്ക് പച്ചവെള്ളം മതി. എവിടെയാന്ന് വെച്ചാൽ ഞാൻ പോയി എടുത്തോളാം. அதெல்லாம் சொல்லக்கூடாது. இனிமே எல்லாம் என் வேலை. அப்பா எல்லாம் சொல்லியிருக்கிறாரு. താങ്ക്സ്. எங்க அப்பா ரொம்ப கெட்டிக்காரரு. அவ்வளவு சீக்கிரத்துல ஒத்துக்கிட்டையும் பழக மாட்டாரு. ஒரு ஆள் மூஞ்ச பார்த்தா அவர் நல்லவரா கெட்டவரான்னு கரெக்டா சொல்லிடுவாரு. അത് പിന്നെ ആനന്ദവല്ലി, എനിക്ക് തമിഴ് അങ്ങോട്ട് മനസ്സിലാവണല്ലേ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ കോണ്ട് ഫോളോ യുവർ ലാംഗ്വേജ്. இங்கிலீஷ்ல நல்லா பேசுவீங்களா? യെസ്. അച്ഛനെ പറ്റി എന്താ പറഞ്ഞത്? அப்பாவுக்கு திடீர்னு கோவம் வரும். கோவம் வந்தா என்ன செய்வார்னு சொல்லவே முடியாது. போன வாரம் கூட ஒராளை குத்திட்டாரு. കുത്തേ? போலீஸ் கூட வரல. அப்பான்னா அவ்வளவு பயம். தினம் எக்ஸசைஸ் பண்ணுவாரு. இப்படி இருக்காருன்னு பார்க்காதீங்க. அந்த பேக் திருட்டு போனதுல இருந்து அப்பா பைத்தியம் பிடிச்ச மாதிரி ஆயிடுச்சு. நான் தான் சொன்னேன், திருடனை ஒன்னும் செய்ய வேண்டான்னு. அந்த திருடனை மட்டும் கையில கிடைச்சா கண்டிப்பா எங்க அப்பா குத்திடுவாரு. അല്ല, ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാ. ஐயோ தெரியுமே. அந்த அந்த பேக் யாரு திருடினாலும் நல்லா இருக்கணும்.
இல்லைன்னா நீங்க இங்க வந்து சேர்ந்திருக்க முடியாதே இல்ல അമ്മണി கூப்பிட்டீங்களா ഇല്ലേ பின்ன யாரோ கூப்பிட்ட மாதிரி இருந்துச்சு അത് ഞാൻ മുരുകനെ വിളിച്ചതാ அப்படியா குட் நைட்டு சரிங்க வாங்க தாதா அவர் அங்க இல்லையா? எங்க போயிருக்கு? எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா? பின்ன எവിടെ போய் கிடக்குன்னு முடி வெட்டுறதும் இல்ல. அவங்க ஒண்ணு சொன்னாங்க. என்ன? அவரு பின்னாடி எப்பவும் எறா மாதிரி ஒரு ஆள் இருப்பாரா? எறா? கொஞ்சம் மாதிரி. கொஞ்சம் மாதிரி? பழனியிலோ? ஆறு மெதுவா அப்படி 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 இறங்கி 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 ஒரு யோ நிறுத்தியா இது என்ன டிரைவிங் ஸ்கூலா என் மூஞ்சி என்ன நேஷனல் ஹைவேயா சார் ஒன்னும் பயப்படாம இருங்கோ இந்த ஆள் யாரு தெரியுமா இந்த தட்டிங்களே ஷேவிங்களே ரொம்ப விருதெடுத்த ஆளா என்ன ஹெவி லைசன்ஸா இந்த மூஞ்சிக்கு எதுக்கடா ஹெவி லைசன்ஸ் வேலையை பாரு முருகா வண்டி வெள்ள இங்க சைடாக்கி வை முருகா இதான்னு நினைக்கிறேன் நீ இங்க நில்லு நான் போய் பார்த்துட்டு வர்றேன் சரிதான் அப்பா அப்பா ഇനി கொஞ்ச നേരം നീങ്ക നോയിക്കോളൂ ഞാൻ പോയിട്ട് പോരാം ധാരാണ്ടോ വാ നീ കൈ വിട് കാര്യം പറയാൻ എന്താ വെച്ചാല് ഇങ്ങോട്ട് വാ എങ്ങോട്ടാണ് പിടിച്ചാൽ ചൂടിക്കണോ വിട് നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അങ്ങനോട് പറഞ്ഞിട്ടില്ല ആരാണ് ഈ അങ്ങോര് നീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു സ്വന്തം തന്ത തന്നെ സ്വന്തം തന്തനോടാണ് ഇത്ര സ്നേഹത്തിലായിട്ട് വിളിച്ചിട്ടു ഇപ്പൊ തന്തമാതിരി തന്നെയാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിലേ ഞാൻ ആ ഇൻസ്പെക്ടറെ കൈ ചെന്ന് പെട്ടേനെ എങ്ങനെ അന്ന് ഞാൻ തട്ടിക്കൊടുന്ന ബാഗില്ലേ അത് അങ്ങേരുടെ അതെങ്ങനെ അയാൾ അറിയുന്നു അറിഞ്ഞു കയ്യോടെ എന്നെ പൊക്കുകയും ചെയ്തു നീ എന്തിനു പിടുത്തം കൊടുത്തേ പിടുത്തം കൊടുത്തതല്ല പിടിച്ചു പോയതല്ലേ ആ കത്തിയിലും മെഷീനിലും എല്ലാം അയാളുടെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു ഞാനൊരു അനാഥനാണ് അച്ഛനും അമ്മയും ബാർബർമാരായിരുന്നു ആരായിരുന്നു ബാർബർമാരായിരുന്നു അവര് മരിച്ചപ്പോ നാട് വിട്ടാണെന്നൊക്കെ ചുരുക്കി പറഞ്ഞ നീ എല്ലാം ചളാക്കി ആക്കി പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദമാ പുതിയ ബാർബർ ഷാപ്പ് താമസിക്കാൻ അങ്ങേരുടെ വീട് വാടക വേണ്ട ഭക്ഷണം ഫ്രീ ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയി കുഞ്ഞിക്കാതറേ ഇക്കണക്കിന് പോയാൽ നീ പച്ചല്ല ചോപ്പും പിടിച്ചു പോകും പോലെ ஹை இங்க வந்து நிக்கிறியா நான் சாப்பாடு எடுத்துட்டு எங்கெல்லாம் தேடினேன் ടൈം ആകവില്ലേ ആനന്ദവല്ലി டைம் எல்லாம் ஆச்சு இனிமே நீங்க எப்ப சாப்பிடணும் எப்ப தூங்கணும் எல்லாம் நான் தான் சொல்லுவேன் ஐயோ வெயில நின்னு முகம் எல்லாம் என்னமா வாடி போயிருக்கு அப்பா உங்களுக்காக அங்க காத்துட்டு இருக்கு வாங்க போங்க அப்பா காத்திருக்குது யார் இவரு ഇത് நான் இவருக்கு ஒரு நண்பன் இன்னொரு பார்பர் அப்படியா ஆமா. நீங்களும் வாங்க நம்ம வீட்டுல சாப்பிடலாம் ஐயோ வேணாமா ரொம்ப தேங்க்ஸ் അല്ല ഇത് കടയില് വെച്ചിട്ട് സാപ്പാട് ഞാൻ അങ്ക വന്ന് സാപ്പിട്ടുக்கிறேன் அப்படியெல்லாம் சொல்லக்கூடாது நானே உங்களுக்காக என் கையால சமைச்சது நீங்க வந்தாதான் நான் சாப்பிடுவேன் வாங்க കുഞ്ഞിക്കാതറേ പോങ്ക വൈകിട്ട് കാണണേ വൈകിട്ട് തീർച്ചയായിട്ടും കാണണം വാങ്ങണേ. നീ വിചാരിക്കുന്ന ഒന്നുമില്ല അതിനകത്ത് ഇങ്ങനെ കാണണ്ട അയ്യോ കാണണം നീ പറഞ്ഞു എനിക്ക് തലേ കയറുന്നില്ല ഞാനാണ് കുഞ്ഞിക്കാതറാണ് എന്റെ മുത്തശ്ശിയാണ് ദേ, ഈ പഴനിയാണ്ടവനാണ് സത്യം. മതി മതി നീ സംഗതി പറ എനിക്ക് അമ്മണിക്കുട്ടിയെ കൂടാ ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പൊ എന്താ വല്യോ അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ കേട്ടോടത്തോളം വെറും തങ്കച്ചി മാത്രല്ലോള് ദാ അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേ കൂടെ വരുന്ന സൈസാണോള് അതിനെ നിന്ന് കൊടുത്താലല്ലേ ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞ അയാൾ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ആ ഇൻസ്പെക്ടർ അഴകപ്പന്റെ അടി ഞാൻ കുറെ കൊണ്ടതാണല്ലോ അല്ല ഞാൻ ഈ നാടും വിടണോ പറ്റില്ല
എങ്ങനെയെങ്കിലും എനിക്ക് 4 കാശ് സമ്പാദിക്കണം, എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം. അതിനിപ്പോ ആനന്ദവല്ലി കാളിമുത്തുവെങ്കിൽ കാളിമുത്തു, നമ്മൾ പിടി കൊടുക്കാതിരുന്നാ പോരെ? ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ആട്ടെ, ഇതിൽ എന്റെ റോൾ എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? കുഞ്ഞിക്കാതർ എങ്ങനെയെങ്കിലും നാട് വരെ പോണം. അല്ല, ഞാൻ അവിടെ സുബൈക്കറ്റ പോന്നാണ്. അവിടെ ഇപ്പൊ എന്നെ ആരറിയും? അതുകൊണ്ടാണ് കുഞ്ഞിക്കാരോട് തന്നെ പോവാൻ പറഞ്ഞത്. ആ. അവള് ശരിക്കും ഇപ്പൊ വീട്ടുകിടങ്ങല്ല. കുഞ്ഞിക്കാതർ എങ്ങനെയെങ്കിലും അവളെ ചെന്നൊന്ന് കാണണം. കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. പക്ഷെ എന്റെ ഇവിടുത്തെ ജോലി മാത്രം പറയരുത്. അമ്മണിക്കുട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചാലോ? എത്തിക്കേ? അതെ. എങ്ങനെ? തട്ടിക്കൂട്ടും. അധ്യാപകം തരുമല്ലോ. കാര്യങ്ങൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. എടാ ബുദ്ധൂസേ, ഒരു പെണ്ണിനെ തട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ് അടിക്കുന്ന അത്ര പണിയില്ല.